ഒരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ ആളുമായി നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആ ഹോസ്പിറ്റൽ അധികൃതരോട് അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് പറയണം, ഇതൊരു റോഡ് അപകടത്തിലാണ് ഈ പരിക്ക് സംഭവിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട ലോഗോ ബുക്ക്, അതിൽ ഒരു MLC ആയിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും RT എന്ന് രേഖപ്പെടുത്തുകയും ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ നൽകുകയും ചെയ്യും. ആ ഇൻറ്റിമേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് കേസുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അറിയില്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതാണ്. വാഹനം ഓട്ടോറിക്ഷയാണോ കാറാണോ, ബൈക്കും കാറും ആണോ, കാറും ഓട്ടോറിക്ഷയാണോ, ഇത് തമ്മിലൊന്നും മാറിപ്പോവാതെ കൃത്യമായിട്ട് പറയണം. അറിയില്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പേര്, പലപ്പോഴും ആക്സിഡൻറ്റ് സംഭവിച്ച ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പല ആളുകളായിരിക്കും, അപരിചിതരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ജസ്റ്റ് കണ്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ പേര് ചിലപ്പം വിളിപ്പേരായിരിക്കും നാട്ടിൽ പറയുക, പാവുട്ടെന്നോ കുഞ്ഞൂട്ടെന്നോ അതേപോലെ തന്നെ ഉള്ള പേരുകളാണ് പറയുക. അങ്ങനെ പറയുമ്പോൾ പിന്നീട് നമ്മൾ ഇത് രണ്ടും ഒരാളാണ്, വൺ ആൻഡ് സെയിം എന്ന സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ കൃത്യമായ പേരും ഏജും അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ബില്ലിൽ കൃത്യമായി ഇഞ്ചേർഡിൻ്റെ പേരുണ്ടാവണം, അതേപോലെ തന്നെ അതിൽ സീലും ഉണ്ടാവണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ വൂണ്ടിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ ക്ലെയിം സെറ്റിൽ ചെയ്യുക 1 വർഷമോ 1.5 വർഷമോ കഴിയുമ്പോഴാണ്. ആ സമയത്ത് ഇതിൻ്റെ ഈ ഒരു വൂണ്ടിൻ്റെ തീവ്രത മനസ്സിലാകാൻ ഈ ഒരു ഫോട്ടോ നന്നാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ റിവ്യൂവിന് പോവുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാ പരിക്കുകളൊന്നും ചിലപ്പം അനുഭവപ്പെടുന്നില്ല, പല്ല് ഇളകിയോ ഒക്കെ പിന്നീടാണ് കാണുക. അപ്പോൾ റിവ്യൂവിന് പോകുമ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി ആയിട്ട് ഈ ഒരു ആക്സിഡൻ്റ് കാര്യം ആ ഡോക്യുമെൻറ്റിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇഞ്ചേർഡ്, ഇങ്ങനെ പറ്റുന്ന മെഡിക്കൽ ആക്സിഡൻറ്റ് കേസിൽ പറ്റുന്ന രോഗികൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ്. എത്ര ബില്ലുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി അത് സെറ്റിൽ ചെയ്യുന്നതാണ്, ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, ആക്സിഡൻറ്റ് പറ്റിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.